ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ടോബിൻസ് പോർട്ട്ഫോളിയോ അപ്രോച്ച് ടു ഡിമാൻഡ് ഫോർ മണിയാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ ടോബിൻ എന്ന് പറയുന്ന ആരാണ്? പോസ്റ്റ് കെയ്നീഷ്യൻ എക്കണോമിക്സിൽപ്പെട്ട ഒരാളാണ് ആരെന്ന് പറയുന്നത്? ടോബിൻ എന്ന് പറയുന്നത്. ഈ പോസ്റ്റ് കെയ്നീഷ്യനിൽ രണ്ട് പേരാണ് ഡിമാൻഡ് ഫോർ മണീനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരാളെന്ന് പറയുന്നത് ബോമോളും മറ്റൊരാളെന്ന് പറയുന്നതാണ് ടോബിൻ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ടോബിൻ പോർട്ട്ഫോളിയോ അപ്രോച്ച് ടു ഡിമാൻഡ് ഫോർ മണിയാണ്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ അവർ ക്ലാസ്. Demand for money theory is the main element of the monetary economics theory and an essential part in the macroeconomic theory. അതായത് ഡിമാൻഡ് ഫോർ മണി തിയറി എന്ന് പറയുന്നത് മോണിറ്ററി എക്കണോമിക്സ് തിയറിയുടെ ഒരു മെയിൻ എലമെൻറ്റും അതുപോലെ തന്നെ മാക്രോ എക്കണോമിക് തിയറിയുടെ ഒരു എസെൻഷ്യൽ പാർട്ട് കൂടിയാണ് എന്തെന്ന് പറയുന്നത്? ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഇനി തിയറീസ് ഓഫ് ഡിമാൻഡ് ഫോർ മണി ദാറ്റ് എംഫസൈസ് ദ റോൾ ഓഫ് മണി ആസ് എ സ്റ്റോർ ഓഫ് വാല്യൂ. അതായത് ഈ ഡിമാൻഡ് ഫോർ മണി തിയറിയിൽ എംഫസൈസ് ചെയ്തിരിക്കുന്നത് എന്താണ്? മണീനെ ഒരു സ്റ്റോർ ഓഫ് വാല്യൂ എന്ന റോളായിട്ടാണ് എംഫസൈസ് ചെയ്തിരിക്കുന്നത്. അതിനെ എന്തെന്ന് വിളിക്കുന്നു? അസറ്റ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ തിയറീസ് എന്നും വിളിക്കുന്നു. അപ്പോൾ നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ എന്താണ്? പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ ഒരു കളക്ഷൻ ഓഫ് അസറ്റ്സിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ദീസ് തിയറീസ് സ്ട്രെസ് ദാറ്റ് പീപ്പിൾ ഹോൾഡ് മണി ആസ് എ പാർട്ട് ഓഫ് ദെയർ പോർട്ട്ഫോളിയോ ഓഫ് അസറ്റ്. ഈ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത് പീപ്പിൾ അവരുടെ മണി എങ്ങനെയാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്? അവരുടെ പോർട്ട്ഫോളിയോ അസറ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മണീനെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് പ്രെഡിക്റ്റ് ദാറ്റ് ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ്സ് ഓൺ ദ റിട്ടേൺ ആൻഡ് റിസ്ക് ഓഫർഡ് ബൈ മണി ആൻഡ് ബൈ അതർ അസറ്റ്സ് പീപ്പിൾ ക്യാൻ ഹോൾഡ് ഇറ്റ് ഇൻസ്റ്റെഡ് ഓഫ് മണി. അതായത് എന്നിട്ട് ഡിമാൻഡ് എങ്ങനെയാണ് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? റിട്ടേൺ അല്ലെങ്കിൽ റിസ്കിനെ ആശ്രയിച്ച്, മണിക്ക് നമ്മൾ ഓഫർ ചെയ്യുന്ന റിട്ടേൺ അല്ലെങ്കിൽ റിസ്കിനെ ആശ്രയിച്ചിട്ടാണ് എന്തിരിക്കുന്നതെന്നാണ് പറയുന്നത്? ഡിമാൻഡ് ഫോർ മണിയുടെ ഡിമാൻഡ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ആരാണ് ജെയിംസ് ടോബിൻ എന്ന് നോക്കാം. ജെയിംസ് ടോബിൻ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ എക്കണോമിസ്റ്റ് ആണ്. ഹി വാസ് ബോൺ ഇൻ 1918 USA. അദ്ദേഹം ജനിച്ചത് 1918 US അദ്ദേഹത്തിൻ്റെ ജനനം. ഹി വാസ് അവോർഡഡ് ദ നോബൽ പ്രൈസ് ഇൻ 1918 ഫോർ ഹിസ് പോർട്ട്ഫോളിയോ തിയറി. അതായത് അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരു പോർട്ട്ഫോളിയോ, അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ തിയറി ആയിട്ടുള്ള 1981 അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്? നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഹി ഡൈഡ് ഓൺ 12th March 2002 അറ്റ് ദ ഏജ് ഓഫ് 84. അദ്ദേഹം 2002 മാർച്ചിൽ അദ്ദേഹത്തിൻ്റെ വയസ്സ് 84 വയസ്സിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? മരണപ്പെടുന്നത്. നെക്സ്റ്റ്, കെയ്ൻസ് ഡിമാൻഡ് ഫോർ മണി. ദ മെയിൻ ഡ്രോബാക്ക് ഓഫ് കെയ്ൻസ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് ദാറ്റ് വിഷ്വലൈസ് ദാറ്റ് പീപ്പിൾ ഹോൾഡ് ദർ അസറ്റ് ഇൻ എയ്തർ ഓൾ മണി ഓർ ഓൾ ബോൺസ്. അതായത് കെയ്ൻസ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയുടെ ഒരു പ്രധാനപ്പെട്ട ഡ്രോബാക്ക് നമ്മളിവിടെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അതായത് പീപ്പിൾ അവരുടെ അസറ്റ് എങ്ങനെയാണ്? ഒന്നെങ്കിൽ മണിയായിട്ടും അല്ലെങ്കിൽ ബോൺസ് ആയിട്ടും എന്താണ് ഹോൾഡ് ചെയ്യുമെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? കെയ്ൻസ് പറയുന്നത്. ദിസ് ഗേവ് റൈസ് ടു പോർട്ട്ഫോളിയോ അപ്രോച്ച് ടു ഡിമാൻഡ് ഫോർ മണി പുട്ട് ഫോർ ബൈ ടോബിൻ, ബോമോൾ ആൻഡ് ഫ്രീഡ്മാൻ. ഇത് കാരണമാണ്, അല്ലെങ്കിൽ ഈ കെയ്ൻസിൻ്റെ ഡിമാൻഡ് ഫോർ മണിയുടെ ഡ്രോബാക്ക് കാരണമാണ് ആര് വരുന്നത്? പോർട്ട്ഫോളിയോ അപ്രോച്ചും കൊണ്ട് പോർട്ട്ഫോളിയോ അപ്രോച്ച് ഫോർ ഡിമാൻഡ് ഫോർ മണിയും കൊണ്ട് ടോബിനും ബോമോളും ഫ്രീഡ്മാനും കടന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ടോബിൻസ് പോർട്ട്ഫോളിയോ അപ്രോച്ച് എന്ന് നമുക്ക് വിശദീകരിച്ച് നോക്കാം. In his important contribution explained that rational behavior on the part of the individual is that they should keep a portfolio of asset which consists of both bonds and money. അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? ഇൻഡിവിജ്വൽ അവരെങ്ങനെയാണ്, നേരത്തെ കെയ്ൻസ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഡിമാൻഡ് ഫോർ മണി എങ്ങനെയാണ് അവർ സൂക്ഷിക്കുന്നത്? ഒന്നെങ്കിൽ മണിയായിട്ടോ അല്ലെങ്കിൽ ബോൺസ് ആയിട്ടോ എന്നാണ്. ഇതിൽ പറയുന്നത് വെച്ചാൽ ബോത്ത്, അവർ രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആര്? ടോബിൻ. ബോത്ത് ബോൺസിലും മണിയിലും എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടെന്നാണ് ആര് പറയുന്നത്? ടോബിൻ പറയുന്നത്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മണി എന്ത് ചെയ്യുന്ന ഒരു സേഫ് റിട്ടേൺ ഓഫർ ചെയ്യുകയും ഈ പ്രൈസ് ഓഫ് സ്റ്റോക്കും ബോൺസ് റൈസ് ചെയ്യുകയോ ഫോൾ ചെയ്യുകയോ ചെയ്താൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്? മണി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സേഫ് റിട്ടേൺ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടോബിൻ സജസ്റ്റ് ചെയ്യുന്ന എന്താണ്? ഹൗസ് ഹോൾഡ് മണി ഹോൾഡ് ചെയ്യും, അവരുടെ ഒപ്റ്റിമം പോർട്ട്ഫോളിയോയ്ക്ക് വേണ്ടി മണി ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. Okay, next point. In a wealth holder chooses to hold a greater proportion of risk assets such as bonds in his portfolio, he will be earning a high average return but will bear a high degree of risk. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഒരു വെൽത്ത് ഹോൾഡർ എന്ത് ചൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു റിസ്ക് അസറ്റ് ആയിട്ടുള്ള ബോണ്ടിനെയാണ് എന്ത് ചെയ്യുന്നത്? അവർ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതുവഴി എന്ത് കിട്ടുന്നതെന്ന് പറയുന്നത് അവരുടെ പോർട്ട്ഫോളിയോ ആയിട്ട് ഒരു ബോണ്ട് അസറ്റിനെ അവർ ചൂസ് ചെയ്യുന്ന വഴി ഹൈ ആവറേജ് റിട്ടേൺ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എന്താണ്? ഹൈ ഡിഗ്രി ഓഫ് റിസ്ക്കും അവിടെ എന്താണ്? കൂടുതലാണ്. എത്രത്തോളം ആവറേജ് റിട്ടേൺ കിട്ടുന്നുണ്ടോ ബോൺസിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് തന്നെ നമുക്ക് എന്താണ്? ഹൈ ഡിഗ്രി ഓഫ് റിസ്ക് നേരിടേണ്ടതായിട്ട് വരും.
ഓൺ ദി അതർ ഹാൻഡ്, ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പേഴ്സൺ ഹൂ ഇൻ ഹിസ് പോർട്ട്ഫോളിയോ വെൽത്ത് ഹോൾഡ് ആൻഡ് സേഫ് ആൻഡ് റിസ്ക്ലെസ് അസറ്റ് സച്ച് ആസ് മണി. അതായത് ഈ റിസ്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ എന്ത് ചെയ്യുന്നു, അവരുടെ വെൽത്ത് എങ്ങനെയാണ് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്, മണിയായിട്ട് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതുവഴി അവർക്ക് എന്താണ്, സീറോ റിസ്ക് ആണ്. അതായത് അവിടെ അവർക്ക് എന്തില്ല, റിസ്ക് ഇല്ല. പക്ഷേ എന്താണ്, അവർക്ക് ധാരാളം റിട്ടേൺസും അതുപോലെ തന്നെ അവരുടെ വെൽത്തിലൊരു ഗ്രോത്തും സംഭവിക്കുന്നില്ല. അവർക്ക് റിട്ടേണോ അതുപോലെ തന്നെ അവരുടെ വെൽത്തിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു ഗ്രോത്തും എന്ത് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്, സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. Okay, next point. Therefore, people generally prefer a mixed diversified portfolio of money, bonds and share with each person opting for little different balance between riskness and return. അതുകൊണ്ട് തന്നെ പീപ്പിൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്, അവർ പ്രിഫർ ചെയ്യേണ്ടത് മിക്സ്ഡ് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ, അതായത് മണിയിലും ബോണ്ടിലും ഒരുപോലെ ഷെയർ ചെയ്യണം. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ തമ്മിൽ, റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ടോബിൻ പറഞ്ഞു വയ്ക്കുന്നത്. അക്കോർഡിംഗ് ടു ടോബിൻ, ദർ ആർ 2 types ഓഫ് വെൽത്ത് ഹോൾഡേഴ്സ്. ടോബിൻ്റെ അഭിപ്രായത്തിൽ 2 തരത്തിലുള്ള വെൽത്ത് ഹോൾഡേഴ്സാണ് ഉള്ളത്. ഒന്നാമത്തേന്ന് പറയുന്നത് റിസ്ക് ടേക്കേഴ്സും, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ റിസ്ക് അവേർട്ടേഴ്സും. ആ റിസ്ക് ടേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരെയാണ് എന്തെന്ന് പറയുന്നത്, റിസ്ക് ടേക്കേഴ്സ് എന്ന് പറയുന്നത്. ഇനി റിസ്ക് അവേർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിസ്കിന് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെയാണ് എന്തെന്ന് പറയുന്നത്, റിസ്ക് അവേർട്ടേഴ്സ് എന്ന് പറയുന്നത്. Whenever a person holds bond in preference to cash, he incurred the risk of capital loss or gain on account of uncertain knowledge of future. അതായത് ഇപ്പോൾ ക്യാഷിന് മുൻഗണന നൽകുന്ന ഒരു വ്യക്തി ബോണ്ട് കയ്യിൽ വയ്ക്കുമ്പോൾ അവർക്ക് എന്താണ്, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അൺസർട്ടനിറ്റി കാരണം ക്യാപിറ്റൽ ഗെയിനോ ക്യാപിറ്റൽ ലോസിനോ ഉണ്ടാവും, ഇടയാവും എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആ ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ടോബിൻ പോർട്ട്ഫോളിയോ അപ്രോച്ച് നോക്കാം. അതിൽ on the vertical axis of upper quadrant we measure the expected return to പോർട്ട്ഫോളിയോയിലുള്ള എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്പർ പോർഷനുള്ള വെർട്ടിക്കൽ ആക്സിസിൽ മെഷർ ചെയ്യുന്നത്. ഇനി ഹൊറിസോണ്ടൽ ആക്സിസിൽ എന്താണ് മെഷർ ചെയ്യുന്നത്, പോർട്ട്ഫോളിയോയിലുള്ള റിസ്ക്നെസ് ആണ്. ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ ദ പോർട്ട്ഫോളിയോ ഈസ് ദ ഇൻട്രസ്റ്റ് ദാറ്റ് ക്യാൻ ബി ഏൺഡ് ഓൺ ബോൺസ്. ബോൺസിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇനി അതിലെ OCR0 എന്ന് പറഞ്ഞ് കാണുന്ന ലൈനാണ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഒരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്താണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ ഹൈ ആയിരിക്കുന്ന സമയത്ത് ഒരാളുടെ ബോണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കുറവായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബോണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും എന്തായിരിക്കും, കുറവായിരിക്കും എന്നാണ് ടോബിൻ പറയുന്നത്. അപ്പോൾ ഇതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ബോണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുമാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, OC എന്ന് പറയുന്നത് ബഡ്ജറ്റ് ലൈനാണ്. ഇൻഡിഫറൻസ് കർവ് അവിടെ കാണിക്കുന്ന ഇൻഡിഫറൻസ് കർവുകൾ കണ്ടോ, അതെന്താണ് കാണിക്കുന്നത്, റിസ്ക്കും എക്സ്പെക്റ്റഡ് റിട്ടേണും തമ്മിലുള്ള പ്രിഫറൻസിനെയാണ് നമ്മൾ ആ ബഡ്ജറ്റ് ലൈൻ വഴി കാണിക്കുന്നത്. ഓക്കെ അപ്പം ഫസ്റ്റ് ഇക്വിലിബ്രിയം പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എന്താണ്, ഒരു റിസ്ക് അവേർട്ടഡ് ആയിട്ടുള്ള ഒരാൾ എപ്പോഴും ഇക്വിലിബ്രിയം പൊസിഷൻ ഏതാണ് ചൂസ് ചെയ്യുന്നത്, ഇക്വിലിബ്രിയം പൊസിഷൻ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റത്തെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് ആ E എന്ന പോയിൻ്റാണ്. ഈ ഒരു ബഡ്ജറ്റ് ലൈൻ ഇൻഡിഫറൻസ് കർവും ടാൻജൻ്റ് ആകുന്ന പോയിൻ്റാണ് എന്തെന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആ ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, E എന്ന പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ താഴേക്ക് ഒരു ലൈൻ OC എന്ന ലെവലിലേക്ക് എന്ത് ചെയ്യുന്നു, താഴേക്ക് വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഡാഷ് എന്ന് കിട്ടും. ഈ ഡാഷ് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, B0. ഈ ഡാഷ് നമ്മൾ നേരെ ആ സ്ട്രെയിറ്റ് ലൈനായിട്ട് B0യിലേക്ക് എന്ത് ചെയ്യുക, വരയ്ക്കുക. അപ്പോൾ പുതിയ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്, OB0 ആണ് എന്തെന്ന് പുതിയ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ OB0 എന്ന് പറയുന്നതാണ് എന്താണ്, R0 ലെവലിൽ അദ്ദേഹത്തിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹം എന്താണ് B0 ലെവലിൽ ബോണ്ട് സൂക്ഷിക്കുകയും ബാക്കി B0 മുതൽ W' നടക്കുന്നില്ലേ, അത് W' എന്ന് പറഞ്ഞാൽ വെൽത്ത് കാണിക്കുന്നതാണ്. ആ ഒരു പോയിന്റ് വരെ എന്ത് ചെയ്യും, അദ്ദേഹം ക്യാഷ് സൂക്ഷിക്കുമെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R1 ആയിട്ട് കൂടുകയെന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് F ആയിരിക്കും. അപ്പോൾ Fൽ നിന്ന് നമ്മൾ അടുത്ത് എന്താണ്, ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു ലൈൻ താഴേക്ക് വരയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടും, F' എന്ന് കിട്ടും. അതിനെ ചേർത്ത് വരയ്ക്കുമ്പോൾ B1 എന്ന് കിട്ടും. അപ്പോൾ അവർ എത്ര എമൗണ്ടിൽ ബോണ്ട് സൂക്ഷിക്കും, എത്ര എമൗണ്ടിൽ ക്യാഷ് സൂക്ഷിക്കും, OB1 എമൗണ്ടിൽ എന്ത് ചെയ്യും, സൂക്ഷിക്കും, ബോണ്ട് സൂക്ഷിക്കുകയും ബാക്കി എന്തായി ക്യാഷ് ആയിട്ട് സൂക്ഷിക്കുകയും ചെയ്യും. M0, M1, M2 എന്ന് കൊടുക്കുന്നത് എന്താണ്,
മണി ഹോൾഡിങ്സ് ആണ്. അപ്പോൾ നമ്മൾ എത്ര കണ്ട് ബോണ്ടിലും ക്യാഷിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് എന്ത് ചെയ്യും, മണി ഫോൾ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത് ടോബിൻസിൻ്റെ പോർട്ട്ഫോളിയോ അപ്രോച്ച്. ഇനി അതും കൂടെ നോക്കിയാൽ മനസ്സിലാവും. R2 ഇനിയിപ്പോൾ നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R2 ആയിട്ട് ഉയർത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഇൻഡിഫറൻസ് കർവിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് G ആണ്. നമ്മൾ പെർപെൻഡിക്കുലർ ലൈനായിട്ട് താഴേക്ക് വരിക. അപ്പോൾ G' നീട്ടും. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, നേരെ സ്ട്രെയിറ്റ് ലൈനായിട്ട് കൊണ്ടുവരുമ്പം അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈനിലായിട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് കിട്ടും, B2 എന്ന് കിട്ടും. B2 എന്ന് പറയുമ്പം B2 എമൗണ്ടിലാണ് നമ്മൾ ബോൺസ് സൂക്ഷിക്കുന്നത്. ബാക്കി വരുന്ന W' വരുന്നതാണ് ക്യാഷ് ആയിട്ട് സൂക്ഷിക്കുക. അങ്ങനെ നമ്മുടെ എന്ത് ചെയ്യുന്നു, മണി ഹോൾഡിങ്സ് കുറഞ്ഞ് വരുന്നു. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടുന്നുണ്ട്, ബോണ്ടിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻവെസ്റ്റ്മെൻറ്റ് തമ്മിലുള്ള ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്, ആ ഡയഗ്രത്തിൽ അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇൻ ഷോർട്ട്, ഇൻട്രസ്റ്റ് റേറ്റ് റൈസസ് ഗീവൻ ഇൻക്രീസ് ഇൻ ദ റിസ്ക്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടുന്നുണ്ട്, റിസ്ക് കൂടുന്നുണ്ട്. വിച്ച് കറസ്പോണ്ട് ടു എ ഗീവൺ ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ബോൺസ് ഇൻ പോർട്ട്ഫോളിയോ വിൽ റിസൾട്ട് ഇൻ ഗ്രേറ്റ് ഇൻക്രീസ് ഇൻ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ ദി പോർട്ട്ഫോളിയോ. അത് ഇത്രയേ ഉള്ളൂ. അതായത് റിട്ടേൺ എത്രത്തോളം കണ്ട് കൂടുന്നു അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ബോണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കൂടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നുകൂടെ ക്ലാസ് ഒന്ന് കേട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു.